കേരളം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഒരു വശത്ത് PV അൻവർ എങ്ങുമെത്താതെ പ്രതിപക്ഷ നേതാവും അൻവറും തമ്മിലുള്ള കൊമ്പുകോർക്കൽ, മറ്റൊരു വശത്ത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ അധിക്ഷേപിച്ച ആര്യാടൻ ഷൗക്കത്ത്. ഇത്ര ദിവസം സർപ്രൈസായിട്ട് കൊണ്ടു നടന്ന CPIM സ്വന്തം നാടായ നിലമ്പൂരിൽ തന്നെ സ്വരാജിനെ ഇറക്കിയിരിക്കുന്നു. BJP ആണെങ്കിൽ വിട്ടുനിൽക്കുകയാണ്. ഷൗക്കത്തിനെ കരകയറ്റാൻ ലീഗും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു രാഷ്ട്രീയ കളരിയിൽ ജനാധിപത്യം എന്നൊരു മൂല്യവത്തായ ഒരു വാക്കുണ്ട്. ആ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാനുമുണ്ട്. ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. കാരണം സാമൂഹിക മര്യാദകളെയും സാംസ്കാരിക മൂല്യങ്ങളെയും മുറുകെ പിടിക്കാൻ ഏത് ഭരണകൂടത്തിനും അതിലെ പൗരന്മാരോട് ആവശ്യപ്പെടാൻ കഴിയും. എന്നാൽ സ്വന്തം തീരുമാനമെടുക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ മാത്രമേ പൂർണ്ണമായി കിട്ടുകയുള്ളൂ. ഒരു രാജ്യത്തിന് കരുത്ത് കിട്ടുന്നത് അവിടുത്തെ വ്യക്തികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്, ശാക്തീകരിക്കുന്നതിലൂടെയാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സംസ്കാരവും ചൈതന്യവും. കേവലം ഭരണരീതി എന്നതിനേക്കാളും ഓരോ പൗരനും സ്വയം വളരാനും കഴിവുകൾ വികസിപ്പിക്കാനും അവസരം നൽകുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യവും അവസാനവുമായ ലക്ഷ്യമായി ആവേണ്ടത്. ഒരു കാര്യം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്, അതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണ് എന്ന് നമ്മൾ ആദ്യം അറിയണം. ഈ അടിസ്ഥാനപരമായ ധാരണയില്ലാതെ ഒരു കാര്യത്തെ വിലയിരുത്തുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ജനാധിപത്യവും അതുപോലെ തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും വ്യക്തികളെ ശാക്തീകരിക്കുക എന്ന അതിൻ്റെ പ്രധാന ലക്ഷ്യവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ശരിയായി സംസാരിക്കാനും വിലയിരുത്താനും ആർക്കും കഴിയുകയുള്ളൂ. ജനാധിപത്യം എന്നാൽ വോട്ട് ചെയ്യലും അധികാരത്തിനായുള്ള പാർട്ടികളുടെ ഒരു മത്സരവും മാത്രമല്ല. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നാലും ഒരു സർക്കാർ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും അവരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ജനാധിപത്യമല്ല, ഏകാധിപത്യത്തിന് തുല്യമാണ്. കാരണം ഈ രണ്ട് രീതികളിലും ജനങ്ങൾക്ക് സ്വന്തം അഭിപ്രായം പറയാനോ സ്വന്തമായി ചിന്തിക്കാനോ കഴിയാതെ വരികയാണ്. എന്നാൽ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ ജഡ്ജിക്ക് ഭരണകൂടത്തിനെതിരെ വിധി പറയാൻ അധികാരമുണ്ട്. ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികളിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുക എന്നത് ഒരു ജഡ്ജിയുടെ കടമയാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം അതിരു കടന്നതായി തോന്നാമെങ്കിലും ജനാധിപത്യത്തിൽ ജഡ്ജിമാർ വ്യക്തികളെ ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. കാരണം എല്ലാ ഭരണകൂടങ്ങൾക്കും വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള പ്രവണതയുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം തടസ്സമായി അവർ കാണാനിടയുണ്ട്. ഇപ്പോൾ നോക്കൂ, കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നിലവിലെ പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അവർ നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മളെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കുകയാണ്. ദീർഘകാലമായി ഇത് ചെയ്യുന്നതിനാൽ നമ്മൾ സൂപ്പർഫിഷ്യൽ അവസ്ഥ വിട്ട് ആഴത്തിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ എത്തിക്കപ്പെട്ടിരിക്കുന്നു. അവർ പാസാക്കിയ പുതിയ നിയമങ്ങൾ നോക്കിയാൽ ആ വഴിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒന്ന്, മതപരിവർത്തന നിയന്ത്രണ നിയമങ്ങൾ 2018 മുതൽ 2022 വരെ വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ മതസ്വാതന്ത്ര്യ നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. നിയമവിരുദ്ധമായ മതപരിവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ നിയമങ്ങൾ മതപരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലും അവയുടെ നിയമസാധുതയിലും വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ മൃഗസംരക്ഷണ നിയമങ്ങളാണ്. മൃഗസംരക്ഷണത്തിനും അതുപോലെ കന്നുകാലികളുടെ സംരക്ഷണത്തിനും പ്രധാനമായി ഊന്നൽ നൽകുന്ന നിയമങ്ങളാണ് ഈ മൃഗസംരക്ഷണ നിയമം. ഇത്
ഒരു വശത്ത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ സഹായിക്കുമെങ്കിലും മറുവശത്ത് ചില വിഭാഗങ്ങളുടെ തൊഴിലിനെയും അവരുടെ ഭക്ഷണ രീതിയെയും ബാധിക്കുന്നതായി വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിലാണ് വളരെ രസകരം. ഭരണകൂട നിയന്ത്രണ നിയമങ്ങളാണത്. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവയാണ് അവ. ഈ ഭരണകൂട നിയന്ത്രണ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ഭേദഗതി നിയമം 2019. രണ്ടാമത്തേത് വിവരാവകാശ ഭേദഗതി നിയമം, അതും 2019. മൂന്നാമത്തേത് പൊതു സ്വത്തുക്കൾക്ക് നാശനഷ്ടം ഈടാക്കാനുള്ള നിയമം 2020. 4 ടെലികോം സേവനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കാനുള്ള നിയമം 2017. അഞ്ചാമത്തെ ആധാർ മറ്റ് നിയമങ്ങൾ ഭേദഗതി നിയമം 2019 എന്നിവ ഉദാഹരണങ്ങൾ മാത്രമായാണ്. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മേൽപ്പറഞ്ഞ ഓരോ നിയമം പാസാക്കിയ വർഷങ്ങൾ നോക്കുന്നത് പ്രധാനമാണ്. കാരണം ഓരോ വർഷവും കൊണ്ടുവന്ന ഈ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് അത് കാണിച്ചു തരുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പത്രവാർത്തകളിൽ കാണുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ ഈ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം തന്നെ വളരെ ഉറച്ചതുമാണ്. അവയെ മാറ്റിയെടുക്കാൻ എളുപ്പവുമല്ല. ഇപ്പോൾ നോക്കൂ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഭരണം ഭംഗിയായി നടത്തുന്ന ചില ഏകാധിപത്യ രാജ്യങ്ങളുണ്ട് അല്ലേ? അവിടെ പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കേണ്ടി വരികയാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർക്കാരിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. ചുരുക്കത്തിൽ ജനാധിപത്യത്തിൻ്റെ ശക്തി അടിച്ചമർത്തലിലല്ല, സ്വാതന്ത്ര്യത്തിലാണ്. ജനങ്ങളെ അടിച്ചമർത്തി ഒരു രാജ്യത്തിനും ജനാധിപത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രം നമ്മളെ പഠിപ്പിച്ച പാഠമാണിത്. ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തകളും കഴിവുകളും സ്വതന്ത്രമായി വികസിപ്പിക്കാൻ അവസരം ലഭിക്കുമ്പോഴാണ് സമൂഹം യഥാർത്ഥത്തിൽ ഉൽപാദനക്ഷമവും സർഗാത്മകവും കരുത്തറ്റതുമാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പാത ഒരിക്കലും ഒരു ശരിയായ വിജയത്തിലേക്ക് കൊണ്ടുപോകില്ല. കാരണം വ്യക്തികളെയും സമൂഹങ്ങളെയും വെറുതെ തടസ്സപ്പെടുത്തുന്നതിലോ അതിൽ സന്തോഷം കണ്ടെത്തുന്നതിലോ അല്ല യഥാർത്ഥ പുരോഗതി കുടികൊള്ളുന്നത്. ഓരോ പൗരൻ്റെയും ശാക്തീകരണത്തിലൂടെ മാത്രമേ ജനാധിപത്യത്തിന് അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ തിളങ്ങാൻ കഴിയുകയുള്ളൂ.